വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതക രീതി വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വി വിനോദ് ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ തെളിവെടുപ്പ് മൂന്നാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയാകുന്നു. ഇപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇനി കസ്റ്റഡി ആവശ്യപ്പെടുമോ? ഇതോടുകൂടി ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമെല്ലാം പൂർത്തിയായെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടത് ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. 3 ഘട്ടങ്ങളിലായുള്ള തെളിവെടുപ്പ് ഇത് 3ാം ഘട്ടമാണ്. ഇടങ്ങളിൽ, അതായത് വ്യത്യസ്ത സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. അതിൽ 2 സ്ഥലങ്ങളിൽ കൊലപാതകം, മറ്റ് ഈ ആയുധം വാങ്ങിയ സ്ഥലം ഉൾപ്പെടെ ആ കേസുകളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് അവസാനത്തെ ഒരു തെളിവെടുപ്പാണ്. അത് പേരുമലയിലെ സ്വന്തം വീട്ടിലായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. പ്രതി കൃത്യം ചെയ്ത കാര്യമെല്ലാം തന്നെ വിശദമായി പോലീസിനോട് വിവരിച്ചു. അതിനുശേഷം ആകെ ഇന്ന് 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടന്നു. ഈ പെപ്സിയും സിഗരറ്റും വാങ്ങിയ കട, ആയുധം വാങ്ങിയ ഇടം, ബാഗ് വാങ്ങിയ സ്ഥലം, ഈ പണയം വെച്ച ധനകാര്യ സ്ഥാപനം, കാമുകിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുവന്ന ഇടം, അങ്ങനെ ഈ വീടിന് പുറമെ പല തെളിവെടുപ്പ് നടന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ നടപടിയാണ് ഇത് പൂർത്തിയായത്. പോലീസിനെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇനി കണ്ടെത്തേണ്ടതില്ല. കാരണം സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇത്തരമൊരു കടുങ്കൈയിലേക്ക് പ്രതിയെ എത്തിച്ചതെന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. കുടുംബത്തിന് ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ചിട്ടി നടത്തിയതും പലരിൽ നിന്നായി കടം വാങ്ങിയതും ഉൾപ്പെടെയുള്ള തുകയാണ്. അഫാന്റെ മാതാവ് ഷെമിയാകട്ടെ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ്. സങ്കടകരമായ കാഴ്ച കൂടി ഈ തെളിവെടുപ്പിനിടെ കാണേണ്ടി വന്നല്ലോ. ഈ കൂട്ടക്കൊലപാതകം നടത്തിയ പ്രതി അഫാൻ ചുറ്റിക വാങ്ങിയ കടയരികിൽ വേദനയോടെ മകനെ നോക്കി നിന്ന പിതാവ് അബ്ദുൾ റഹീമിന്റെ കാഴ്ച. തെളിവെടുപ്പിനിടെ അബ്ദുൾ റഹീം മകനെ കാണാൻ വേണ്ടി അവിടെ എത്തിയതാണോ? തീർച്ചയായും വൈകാരികമായ രംഗം തന്നെയാണ്. അദ്ദേഹം 8 വർഷത്തോളം വിദേശത്തായിരുന്നു. കുടുംബത്തിന്റെ ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ വ്യക്തമില്ല. അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് വിവരം അറിയുമ്പോൾ തന്നെ അദ്ദേഹം അത് തനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ തനിക്കൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണെന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു രംഗം, മകനെ നഷ്ടപ്പെടുന്നു, ഭാര്യ ഇപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല, ഉമ്മയെ നഷ്ടപ്പെടുന്നു, സഹോദരനെയും സഹോദരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥയാകട്ടെ, അവരെ എല്ലാം കൊലപ്പെടുത്തിയത് സ്വന്തം മകനും. അങ്ങനെ ഒരു വലിയ ക്ഷമത്തിൽ നമ്മൾ കണ്ടതാണ്. കബറിടത്തിന് സമീപം പോലും വിങ്ങിപ്പൊട്ടി നിലത്തിരന്ന് കരയുന്ന പിതാവിന്റെ ഒരു കാഴ്ച, അബ്ദുൾ റഹീമിന്റെ ഒരു കാഴ്ച, അത് വളരെ കരളലിയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിന് സമാനമായിരുന്നു. ഒരുപക്ഷെ മകനെ കാണാൻ അദ്ദേഹം ആ കടയുടെ സൈഡിലേക്ക് വരികയും ഒരു നോക്ക് കണ്ട ശേഷം അവിടെ നിന്ന് വേദനയോടുകൂടി പോകുന്ന, ഒരുപക്ഷെ എന്തിനാ മകൻ അങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരു നെഞ്ചുരുകുന്ന ഒരു ചിന്ത തന്നെയായിരിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഏതായിരുന്നാലും അത് വളരെ വികാരപരമായ, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അതിനിടെ തെളിവെടുപ്പിനിടെ മകനെ കാണാൻ വേണ്ടി അബ്ദുൾ റഹീം എത്തിയ ചില വികാര നിമിഷങ്ങൾക്കും ഈ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ സാക്ഷ്യം വഹിച്ചു. എന്തായാലും കൊലപാതക രീതി വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകൾ കൂടിയുണ്ട്. അമ്മ ഷെമിയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഷെമി എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘവും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.